സരിത നായരും ബിജു രാധാകൃഷ്ണനുമാണ് സോളാർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരന്മാർ. 30 കേസുകളാണ് ഇരുവർക്കുമെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോന്നി സ്വദേശിയായ ക്രഷർ ഉടമ ശ്രീധരൻ നായരുടെ കയ്യിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ടെനി ജോപ്പൻ അറസ്റ്റിലായത്. ഈ കേസിലാണ് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന ആരോപണവും ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് സരിതയുടെയും ജോപ്പന്റെയും ഒപ്പം മുഖ്യമന്ത്രിയെ കണ്ടുവെന്നും അതിനുശേഷമാണ് പണം കൈമാറിയതെന്നുമാണ് ശ്രീധരൻ നായർ കോടതിയിൽ നൽകിയ രഹസ്യമൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തെളിവെടുപ്പ് നടത്താനും പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ശ്രീധരൻ നായരുടെ ആരോപണം ശക്തമായി നിഷേധിക്കുന്ന മുഖ്യമന്ത്രി ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. CCTV സ്ഥാപിച്ച കെൽട്രോണിനോട് അന്വേഷണ സംഘം ഇതിനാവശ്യപ്പെട്ടെങ്കിലും ഡിലീറ്റ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങൾ തിരിച്ചെടുക്കാനാവില്ല എന്നായിരുന്നു മറുപടി. മുഖ്യമന്ത്രി നിശ്ചയിച്ച വിദഗ്ധ സംഘവും ദൃശ്യങ്ങൾ തിരിച്ചെടുക്കാനാവില്ല എന്ന് പറഞ്ഞ് പിന്മാറിയിരിക്കുകയാണ്. ശ്രീധരൻ നായരുടെ മൊഴി പുറത്തു വന്നതിന് ശേഷവും ജോപ്പനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്തിട്ടില്ല. മാത്രമല്ല, ഓഫീസിലെ ആരോപണ വിധേയരായ ജിക്കുമോൻ ജേക്കബിനെയും സലീം രാജിനെയും കേസിൽ പ്രതി ചേർത്തില്ല. ഇരുവരെയും ഒറ്റത്തവണ മാത്രമാണ് ചോദ്യം ചെയ്തത്. ചുരുക്കത്തിൽ സരിത നായർ, ബിജു രാധാകൃഷ്ണൻ, ശാലു മേനോൻ, ജോപ്പൻ എന്നിവരുടെ അറസ്റ്റിൽ സോളാർ കേസ് സ്തംഭിച്ചു നിൽക്കുന്നു. ഇതിനൊക്കെ പുറമെ സോളാർ കേസിൽ എത്ര രൂപയുടെ തട്ടിപ്പാണ് നടന്നത്, ഇവർ തട്ടിയ പണം എങ്ങോട്ട് കൈമറിഞ്ഞു, ആർക്കൊക്കെ അതിൻ്റെ പങ്ക് കിട്ടി തുടങ്ങിയ ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. മീഡിയ 1 തിരുവനന്തപുരം.